നമ്മളിൽ എത്ര പേര് ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ഗ്രാമം വിട്ട് അല്ലെങ്കിൽ ടൗൺ വിട്ട് കുറേ ദൂരോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്? 50 കിലോമീറ്ററെങ്കിലും സഞ്ചരിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് ആത്മപരിശോധന നടത്തി നോക്കി. കേരളത്തിലെ അങ്ങ് തെക്ക് അതിര് മുതൽ വടക്കേ അതിര് വരെ സഞ്ചരിച്ചവർ എത്ര പേരുണ്ട്? അതൊക്കെ വളരെ കുറച്ച് പേരേ കാണുകയുള്ളൂ. അത്ര സഞ്ചാരത്തിന് താല്പര്യമില്ലാത്തൊരു വിഭാഗം ജനത. ഇന്ത്യൻ ജനതയ്ക്ക് ഈ സഞ്ചാരപ്രിയരല്ലവർ ഭൂരിഭാഗം പേരും. അത് വലിയ കുറവുകൾക്ക് കാരണമായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പൗരാണിക കാലം മുതലുള്ള ഒരു പ്രകൃതമാണിത്. അങ്ങനെയാണ് വിദേശത്ത് നിന്നും വന്നവരെയൊക്കെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഇവിടെ താമസിപ്പിച്ച് അവർ തന്ന അരി മുഴുവൻ ഏറ്റുവാങ്ങിയത് അങ്ങനെയാണ്. അവരുടെ തനി സ്വഭാവം അറിയണമെങ്കിൽ, ഓരോ വിഭാഗത്തിൻ്റെ അറിയണമെങ്കിൽ സഞ്ചാരം വേണം. അങ്ങനെ സഞ്ചരിക്കുന്നത് വലിയ പാപമായിട്ടാണ് ഇവിടെ കണക്ക് കൂട്ടിയിരുന്നത്. ഇവിടെ പ്രബല വർഗങ്ങളൊക്കെ അങ്ങനെയായിരുന്നു സഞ്ചരിക്കുന്നത്. ചില നദികളെ കടന്ന് അപ്പുറം പോകരുതെന്നുവരെ വിശ്വസിച്ചവരുണ്ട്. കടൽ ഒരു കാരണവശാലും കടക്കാൻ പാടില്ല. അന്യ സംസ്ഥാനങ്ങൾ പോലും പോവുകയില്ല. അങ്ങനെയുള്ള ഒരു ജനതയാണ് ഇന്ത്യൻ ജനത. അതിൻ്റെ തിക്തഫലങ്ങളാണ് ഏറ്റുവാങ്ങിയത് മുഴുവൻ. ഓരോ സമൂഹത്തിൻ്റെയും വളവും തിരിവും അവരുടെ വഞ്ചനാപരമായ ആ സ്വഭാവവും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വന്നവരെല്ലാം അതുപോലെ സ്വീകരിച്ചു. എന്നാൽ ഒരു ദ്രോഹവും ചെയ്യാത്തവർ ഇവിടെ താമസിച്ചിട്ട് അവരെ വഴിക്ക് പോയവരുമുണ്ട്. എന്നാൽ എല്ലാവരും അങ്ങനെ ആയിരുന്നില്ല. ഈ സഞ്ചാരത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. കേരളത്തിന് പുറത്തു പോലും പോയിട്ടില്ലാത്തവരാ എത്രയോ പേരുണ്ട് ഇവിടെ. അന്യ സംസ്ഥാനങ്ങളുടെ ഇതിലൂടെ ഒരിക്കലെങ്കിലും സഞ്ചരിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഒരു ആത്മപരിശോധന നടത്തിയാൽ മനസ്സിലാവുന്നത്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അന്യ സംസ്ഥാനങ്ങളിൽ പോലും സന്ദർശിച്ചിട്ടുള്ളവർ കേരളത്തിൽ നിന്നും. മറ്റ് സംസ്ഥാനക്കാരും അങ്ങനെ തന്നെയാണ്. തമിഴ്നാട് അടുത്താണ്. പോയിട്ടുള്ളവർ വളരെ കുറവാണ്, എണ്ണത്തിൽ കുറവാണ്. തമിഴ്നാട്ടിലൊരു മഹാക്ഷേത്രമുണ്ട്, മധുര മീനാക്ഷി ടെമ്പിൾ. ഒന്ന് കാണാൻ പോയിക്കൂടെ? രാമേശ്വരം ഒന്ന് പോയിക്കൂടെ? കന്യാകുമാരി ഒന്ന് പോയിക്കൂടെ? എത്ര പേര് പോയിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ? ചുരുക്കി എന്തിനാണ് പറയുന്നത്? കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ഒരു ഗുരുവായൂരമ്പലത്തിൽ വന്നിട്ടുള്ളവർ തന്നെ എണ്ണത്തിൽ കുറവായിരിക്കുമല്ലോ. അത്ര സഞ്ചാരത്തിനോട് വിമുഖത കാട്ടുന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ ജനത. എല്ലാ സംസ്ഥാനക്കാരും ഇങ്ങനെ തന്നെയാണ്. അത് വലിയൊരു നഷ്ടമായിപ്പോയി. നമ്മുടെ മനോവികാസം കുറയും. ഒരാളുമായിട്ട് ഇടപെടുമ്പോൾ അയാളെ ഒന്നും അളക്കാനുള്ളൊരു കപ്പാസിറ്റി നഷ്ടപ്പെടും. അനേകം ആൾക്കാരെ പുതിയ സംസ്കാരങ്ങൾ കണ്ടു പഠിച്ചില്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകണം. നമുക്കിവിടെ അടുത്താണല്ലോ തമിഴ്നാട്. ഇഷ്ടംപോലെ ട്രെയിനും ബസ്സും ഉണ്ട്. അത് ആ മീനാക്ഷി ടെമ്പിൾ ഒന്ന് കാണുകയോ, രാമേശ്വരത്ത് പോയി ആ 5000 കൊല്ലം പഴക്കമുള്ള ആ ടെമ്പിൾ ഒന്ന് കാണുകയോ, ഒന്ന് സന്ദർശിക്കുകയോ, അവിടുന്ന് 20 കിലോമീറ്റർ ദൂരം പോയാൽ ധനുഷ്കോടി എന്ന പ്രദേശത്ത് പോവുകയോ, മുമ്പ് കടലെടുത്ത പ്രദേശം. ഇപ്പോഴവിടെ ആൾക്കാർ ധാരാളം പോകുന്നുണ്ട് ദിവസവും. തിരുപ്പതി ക്ഷേത്രത്തിൽ പോയിട്ട് എത്ര പേരുണ്ട്? ആന്ധ്രാപ്രദേശിലാണ്. ധാരാളം ട്രെയിനും ബസ്സും ഉണ്ട് അങ്ങോട്ട്. ബസ് ഇവിടുന്ന് നേരിട്ടില്ല. ബസ് കോയമ്പത്തൂരിൽ നിന്നുണ്ട്. ഇവിടുന്ന് ബസ് മാർഗം പാലക്കാട് വഴി കോയമ്പത്തൂർ ഈറോഡ് വഴി പോകാമെങ്കിൽ അവിടെ ഈ കൽപ്പാടി എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങിയാൽ അവിടുന്ന് ബസ്സും ട്രെയിനും ഇഷ്ടം പോലെ, പാസഞ്ചർ ട്രെയിനുകൾ തന്നെ ഒത്തിരി ഉണ്ട്. അത്രയും അടുത്താണ്, ഒന്ന് പോകേണ്ടതല്ലേ? പോവുകയില്ല. നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ പോകുന്ന അവിടുന്ന് ദൈവം ഇങ്ങോട്ട് അനുഗ്രഹിക്കുമെന്ന് വിചാരിച്ച് തന്നെയല്ല. അത് ഒത്തിരി കഥകളുള്ളത്, കാര്യങ്ങളുള്ളതിനകത്ത് തന്നെയല്ല. സഞ്ചാരം, അനേക സംസ്കാരങ്ങൾ നമ്മൾ അറിയണം, കണ്ട് അറിയണം. അനേക ആൾക്കാരുടെ രീതികൾ കണ്ട് മനസ്സിലാക്കണം. ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കണം. ആരാധനാക്രമങ്ങളിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ചേഞ്ചിനെക്കുറിച്ച് വ്യത്യസ്തമാണ് ഈ പ്രപഞ്ചവും ലോകം മുഴുവൻ. മനുഷ്യൻ എല്ലാം വ്യത്യസ്തമാണെന്നറിയാൻ വേണ്ടിയാണ്. പണമുള്ളവരെ പുറം രാജ്യങ്ങളിലേക്കും ടൂർ പോകണം.
പുറം രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് ശ്രീലങ്കയിലേക്കൊക്കെ പോകുന്നവർ ധാരാളം പേരുണ്ട്. ശ്രീലങ്ക, തൈവാന്, അതുപോലുള്ള കുറേ സംസ്ഥാനങ്ങളിലേക്കൊക്കെ, അല്ല കുറേ രാജ്യങ്ങൾ, ചെറിയ ചെറിയ രാജ്യങ്ങളിലേക്ക് അടുത്തുള്ള ഭൂട്ടാൻ, നേപ്പാൾ, അതുപോലുള്ള തിബറ്റ് ചൈനയുടെ വകയാണ്. അപ്പം ചൈനയിലോട്ട് പോകുന്ന അല്പം ചിലവ് കൂടും. അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ യാത്ര നിശ്ചയമായിട്ടും ചെയ്യണം. കുറഞ്ഞ പക്ഷം ഇവിടെ മധ്യ കേരളം മുതലുള്ള ഗുരുവായൂർക്ക് പോകണം, മാസം ഒന്നെങ്കിലും. തിരുപ്പതിക്ക് ആണ്ടിൽ 1-2 പ്രാവശ്യം പോകണം. കന്യാകുമാരിക്ക് മധ്യ കേരളം മുതൽ വടക്കോട്ടുള്ളവർ കന്യാകുമാരി പോകണം ആണ്ടിൽ 2-3 പ്രാവശ്യം. മധുര മീനാക്ഷി പോകണം ആണ്ടിൽ 2 പ്രാവശ്യമെങ്കിലും. രാമേശ്വരത്തിന് പോകണം 2 പ്രാവശ്യമെങ്കിലും. ഈ പോകുമ്പം അനേക അനുഭവങ്ങളാണ്. ഓരോ പ്രാവശ്യവും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. ട്രെയിനിലും ബസ്സിലും ഒക്കെ മാറി മാറി യാത്ര ചെയ്യണം. നമ്മുടെ മനസ്സ് നമ്മളറിയാതെ വികസിക്കും. നമുക്ക് ചെറിയ കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് തോന്നുകയില്ല. ഒരു പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള നമ്മുടെ ശേഷി വളരെ വർദ്ധിക്കും. ഒരു പ്രശ്നം ഉണ്ടായാൽ പൊതുവെ അങ്ങ് അപ്സെറ്റാകുന്ന പ്രകൃതം മനുഷ്യന് പൊതുവെ കാണുന്നുണ്ട്. അങ്ങനെ ഇതില്ല. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങിയാലും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നതുപോലെയുള്ളൊരു മനസ്സ് രൂപപ്പെട്ടു വരും. അതാണ് ഈ സഞ്ചാരത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും മുഖ്യമായൊരു ഗുണം. ധാരാളം ആൾക്കാരുടെ സംസാരവും മറ്റു കാര്യങ്ങളും ജീവിതക്രമങ്ങളും മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു വികാസം, ഒരു ശക്തി പ്രാപിക്കും. മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മളുടെ ധാരണാശേഷി വർദ്ധിക്കും. ഒരു തൻ്റെയുടെ മനസ്സുകൊണ്ട് വരും. ഏത് പ്രശ്നം വന്നാലും പുല്ലാന്നൊരു തോന്നൽ വരും. അതിനെ തരണം ചെയ്യും. കഷ്ടനഷ്ടങ്ങൾ വരുമോ എന്നുള്ളതൊന്നുമില്ല, വന്നാൽ സഹിച്ചോളുക. പക്ഷേ യാത്ര ഒഴിവാക്കരുത്. യാത്ര വേണം. ആണ്ടിൽ 2 പ്രാവശ്യമെങ്കിലും നല്ല ടൂറ് സംസ്ഥാനം വിട്ട് വേണം. ഇവിടെ ഹരിദ്വാറിന് പോകാമല്ലോ, ട്രെയിൻ പോകുന്നുണ്ടല്ലോ കേരളത്തിൽ നിന്ന്. വാരണാസിക്ക് പോകാമല്ലോ, പ്രയാഗ്രാജിൽ പോകാമല്ലോ. പ്രയാഗ്രാജിലൊരു മഹാസംഭവം നടന്നിട്ട് ഇവിടുന്ന് പോയവർ എത്ര പേരുണ്ട് കേരളത്തിൽ നിന്ന്? ഇത് കേരളത്തിൽ തന്നെ തിരുനാവായ നടന്നു, എത്ര പേര് പോയി? നിശ്ചയമായിട്ടും പങ്കുചേരണം. അത്തരം സംഗതികൾ പങ്കുചേരുക തന്നെ വേണം. എങ്കിൽ സംഭവിക്കുന്ന നേട്ടങ്ങൾ നമ്മളുടെ എല്ലാ തലങ്ങളിലുള്ള ഒന്ന് തടകുളഞ്ഞ് ഉണർന്ന് എഴുന്നേൽക്കും. നമ്മുടെ കൾച്ചറൊന്ന് ഉണരും, നമ്മുടെ കപ്പാസിറ്റി ഒന്ന് ഉണരും. 20 ലക്ഷം പേര് കൂടുതൽ കേരളത്തിൻ്റെ ചുറ്റുപാടുള്ളവരും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ളൊരു മുഴുവൻ പേര് വരേണ്ടതല്ലേ ഇവിടെ? ഹിന്ദുക്കളായിട്ടുള്ളവരെങ്കിലും എത്ര പേര് പോയി? പല കരയോഗങ്ങളിൽ നിന്നും ശാഖകളിൽ നിന്നും ബസ്സൊക്കെ പിടിച്ചു പോയ ധാരാളം പേരുണ്ട്. അത് ശരിയാണ്, എല്ലാവരും പോയില്ല. എല്ലാവരും പോകേണ്ടതല്ലേ? കേരളത്തിൽ വന്നൊരു മഹാസംഭവമാണ്. ഹിമാലയത്തിൽ നിന്നുള്ള യോഗികളുണ്ടായിരുന്നു, അവരെ കാണരുന്നു നേരിട്ട്. അവരുടെ ആ സംസ്കാരം കാണരുതായിരുന്നു, അവരുടെ രീതികൾ അറിയില്ലായിരുന്നു. അവരുടെ ആ തേജ് പ്രസരിക്കുന്ന ആ ഏരിയയിൽ നമുക്കൊന്ന് ചെല്ലരുതായിരുന്നു. ആത്മീയ തേജസ് അവരിൽ നിന്ന് വമിച്ചുകൊണ്ടിരിക്കുക ചുറ്റുപാടുകളിലേക്ക്. അങ്ങനത്തുള്ള മഹായോഗികളായിരുന്നു അവിടെ വന്നവർ. ധാരാളം പേരുണ്ടായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു. 20 ലക്ഷം പേര് ഏകദേശം ഒരു കണക്ക്, ഏകദേശം അത് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. 20 ലക്ഷം പേരിൽ ഒരു 10-15 ലക്ഷം ചിലപ്പം കേരളത്തിൽ നിന്ന് വന്ന് കാണുമായിരിക്കും. ബാക്കി അന്യരാജ്യങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. ഒരു 8 ലക്ഷം പേരെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടാവും. പുറത്തുനിന്ന് വന്നിട്ടുള്ളവരുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഗുണം മനസ്സിലാക്കിയ ആൾക്കാരാണ് ഇതിലൊക്കെ പങ്കുചേരുന്നത്. നമ്മളുടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോകുന്നത് പോലെ, ക്ഷേത്ര ദർശനത്തിന് പോകുന്നത് പോലെ തന്നെ ദൂരെയുള്ള ക്ഷേത്രങ്ങളിലേക്കും സഞ്ചരിക്കണം. ട്രെയിനിലാകാൻ അന്യ സംസ്ഥാനങ്ങളിലൂടെ ഒരാഴ്ചയെങ്കിലും ഒരു കൊല്ലം സഞ്ചരിക്കണം. പല ട്രെയിനിലും ബസ്സിലും ഒക്കെ ആയിട്ട് എവിടോട്ടെങ്കിലും പോകുന്ന രീതിയിൽ. അതൊരു അനുഭവമാണ്. നമ്മുടെ വളർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടാണത്. വടക്കൻ കേരളത്തിൽ പലപ്പോഴും പല നദികളും കടക്കലെന്ന് വിശ്വസിച്ചവരുണ്ടായിരുന്നു. ആരക്കരെ ഉള്ള എന്നാന്ന് പോലും കണ്ടിട്ടില്ല.
അങ്ങനെയുള്ള വിദേശീയരിവിടെ വന്നപ്പോൾ അവരുടെ ആ കുഴപ്പക്കാരാണെന്നൊന്നും മനസ്സിലായില്ല. അവർ വന്നപ്പോൾ ചിരിച്ച് കാണിച്ചപ്പോൾ എല്ലാം ശരിയാണെന്ന് വിശ്വസിച്ചു. അവർ നമ്മളെ ഒരു ദ്രോഹം ചെയ്യലെന്ന് വിചാരിച്ചു. അടിമപ്പെട്ടു പോയി. അല്ലേ വന്നവർക്ക് അടിമപ്പെട്ടു പോയി. അതാണ് ഈ ലോകാനുഭവം ഇല്ലെങ്കിൽ കുഴപ്പം. ഇവിടുത്തെ മന്ത്രവും പഠിച്ച് മന്ത്രവും ജീവിച്ചിരുന്നാൽ ഒന്നും അറിവാകുകയില്ല. അതിജീവനവും എളുപ്പമല്ല. അതിജീവനം വേണമെങ്കിൽ അതിജീവിക്കാൻ പഠിക്കണമെങ്കിൽ അതിജീവിക്കാൻ പഠിക്കണമെങ്കിൽ അനേക ടൈപ്പ് ആൾക്കാരുമായിട്ടുള്ള ഇടപഴകൽ അവരുടെ ആ ചെയ്തികളൊന്ന് മനസ്സിലാക്കാൻ കാഴ്ചയിലൂടെ കേൾവിയിലൂടെ അതൊക്കെ വേണം. അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ടൂർ പോവുക തന്നെ ചെയ്യണം. പോയാൽ നമ്മൾ കുറച്ചുകൂടെ പെട്ടെന്ന് വികസിക്കും. കുറേ ആൾക്കാർ പോകുന്നുണ്ട്, അത് പോരാ, എല്ലാവരും പോകണം. ഇവിടുന്ന് ബസ് ബുക്ക് ചെയ്ത് പോയൊരു ധാരാളം പേരുണ്ട്. പക്ഷേ കേരളത്തിലെ ഈ കോട്ടയം, പത്തനംതിട്ട ആ ജില്ലകളിൽ നിന്നാണ് കുറവ് അവിടെ വന്നിട്ടുള്ളത്. മറ്റ് ജില്ലകൾ തിരുവനന്തപുരത്തു നിന്നൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അതുപോലെ വടക്കൻ കേരളത്തിൽ നിന്നും ധാരാളം, മധ്യ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. ഈ പത്തനംതിട്ടയിൽ നിന്നും കോട്ടയം ജില്ലയിൽ നിന്നുമാണ് ആൾ വളരെ കുറവ് അവിടെ വന്നത്. അതവർ ഇതിനെക്കുറിച്ച് മനസ്സിലാകഞ്ഞിട്ടോ ഇതിൻ്റെ ഗുണം അറിയാൻ പാടില്ലഞ്ഞിട്ടോ അത്രയും വികാസം സംഭവിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ടോ ആവാം. ഏതായാലും ഇനിയും ഉണ്ടല്ലോ, ഇനിയെങ്കിലും ഒന്നും ഉപേക്ഷിക്കല്ലേ. കുംഭമേള എവിടെ വന്നാലും പോകണം. വടക്കേ ഇന്ത്യയിലായാലും പോകണം, വാരണാസിയിൽ പോകണം ആണ്ടിലൊന്നെങ്കിലും, ഹരിദ്വാറിൽ പോകണം ആണ്ടിലൊന്നെങ്കിലും. ഇതൊക്കെ 5000 കൊല്ലം പഴക്കമുള്ള വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് അതൊക്കെ. അതുപോലെ രാമേശ്വരം അത് തന്നെ 5000 കൊല്ലം പഴക്കമുള്ളതാണ്. ആ ക്ഷേത്രം ചെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. മനുഷ്യൻ്റെ കാൽപാദങ്ങൾ ചെരിപ്പിടാതെ ഉള്ള കാൽപാദങ്ങൾ പതിഞ്ഞു നിന്ന് തേഞ്ഞ ഭാഗങ്ങൾ പലരും കാണാം. 5000 കൊല്ലം അത് ഒട്ടും കുറവല്ലത്. കരിങ്കല്ല് അത്രയും മനുഷ്യൻ ചവിട്ടി തേയണമെങ്കിൽ എത്ര കാലം കഴിയണം. അപ്പം അതിൽ നിന്നൊക്കെ അവിടെയൊക്കെ പോകേണ്ടത് തന്നെയാണ്. നമ്മുടെ പൂർവികർ അനേക തലമുറകൾക്ക് മുമ്പുള്ളവർ മുതൽ അവിടെ പോയിരുന്നതാണ്. നമ്മൾ മാത്രം ഒഴിഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ചല്ല, ഇതിനൊന്നും നഷ്ടം വരാതെ വേണം പോകാൻ. സാമ്പത്തിക ശേഷിയെ ബാധിക്കാതെ വേണം പോകാൻ. നമ്മളുടെ ഒരു കാര്യങ്ങൾക്കും തടസ്സം വരാതെ അതിന് ടൈമും കാര്യങ്ങളുമൊക്കെ സെറ്റപ്പ് ചെയ്ത് വേണം പോകാൻ. അത് നിശ്ചയമായിട്ടും ഇതൊരു അപേക്ഷയാണ്. ഇത് പലരിൽ നിന്നായിട്ട് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഓക്കെ.